ഹലോ. താനിന്ന് ക്ലബിലേക്കുണ്ടോ? ഇല്ല, മുമ്പ് പറഞ്ഞിരുന്നില്ലേ ട്രാൻസ്ഫർ ഓർഡർ കിട്ടി. അപ്പൊ താൻ പിന്നെ ഹിൽ റേഞ്ച് സ്റ്റേഷനിലേക്കാണല്ലേ? അതെ. ഇനി നിനക്ക് കൺട്രോൾ റൂമിലെ തിരക്കുള്ള ദിവസങ്ങളായിരിക്കും. ആ, ഹിൽ റേഞ്ച് ഏരിയ അല്ലേ, പിന്നെ കൺട്രോൾ റൂം കൂടി ആവുമ്പോൾ തിരക്കിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അടുത്ത ആഴ്ച ആദ്യം. സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തോ? ഏയ് ഇല്ല, പാക്കിംഗ് കഴിഞ്ഞു. കയറ്റി അയക്കാൻ നമ്മുടെ പണിക്കരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഫാമിലി? അവർ 2 ദിവസം മുന്നേ പോയി. എന്നാ ശരി, ഇടയ്ക്ക് വിളിക്കാം. ശരി, ആയിക്കോട്ടെ. ആ, എപ്പോഴാ പുറപ്പെടുന്നേ? രാവിലെ. മഴയൊക്കെ അല്ലേ, ശ്രദ്ധിച്ചു വരണേ. ആ, മോൾ ഉറങ്ങിയായിരുന്നോ? ആ, അവൾ ഉറങ്ങി. ശരി. സർ, സർ പ്ലീസ്. പ്ലീസ് രക്ഷിക്കണം. ഒരു കുപ്പി വെള്ളം എടുത്തേ. ദാ.
ഹലോ. ഹലോ, എത്തിയോ? ഇല്ല, ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? വഴിയിൽ വിസിബിലിറ്റി കുറവാണ്. നല്ല യാത്രാക്ഷീണമുണ്ട്. എന്നാൽ ഇന്നിനി ഡ്രൈവ് ചെയ്യാൻ നിൽക്കണ്ട. ശരി, വിളിക്കാം. ഹലോ, പോലീസ് കൺട്രോൾ റൂം. സർ, സർ, ഞാനൊരു ട്രാപ്പിലാണ്. രക്ഷിക്കണം. മാഡം പേടിക്കണ്ട, പറയൂ, എന്താണ് കാര്യം? എന്നെ ആരോ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു വാഹനത്തിലാണ്. ഒന്നും അറിയില്ല. ശരി, കേൾക്കൂ. നിങ്ങളുടെ പേര് പറയാൻ പറ്റുമോ? വണ്ടിയുടെ നമ്പറോ നിറമോ പോകുന്ന ഡയറക്ഷൻ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? പക്ഷെ ഒരു ഫാൻ പോലെ തോന്നുന്നു. ഈ വിളിക്കുന്നത് നിങ്ങളുടെ നമ്പറിൽ നിന്നാണോ? ഇല്ല സർ, ഇതെന്നെ അപ്ഡേറ്റ് ചെയ്ത ഗ്യാങ്ങിൽ ഒരാളുടെ ഫോണാണ്. വാഹനത്തിൽ നിന്ന് കിട്ടിയതാണ്. കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല സർ. എന്നെ രക്ഷിക്കണം. കോൾ ട്രേസ് ചെയ്യണം പെട്ടെന്ന്. ലൈവ് ട്രേസ് ഇനിഷ്യേറ്റ് ചെയ്തു സാർ. പക്ഷേ ടവർ ഹിറ്റ് അൺസ്റ്റേബിളാണ്. മൾട്ടിപ്പിൾ ഹിറ്റ്സ് വരുന്നു. വന്ന വഴിയിലോ മറ്റോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലാൻഡ്മാർക്ക് എന്തെങ്കിലും കണ്ടോ? എന്നെ മയക്കി കിടത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഓർമ്മ വന്നപ്പോൾ വാനിലെ ചെറിയ വിടവിലൂടെ ഒരു പള്ളി കണ്ടു. അത് കഴിഞ്ഞ് ഒരു പഴയ പാലം. കുറെ കഴിഞ്ഞ് പറയൂ, വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പിന്നെ ഒരു വലിയ മരം. അതിനടുത്തായി ബസ് സ്റ്റോപ്പ്. മാഡം, നിലവിൽ എന്തെങ്കിലും ലാൻഡ്മാർക്ക് കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും? നല്ല ഇരുട്ടാണ്. ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ഒരു വലിയ പാറക്കൂട്ടത്തോട് ചേർന്നൊരു മൈൽ സ്റ്റോൺ കാണുന്നുണ്ട്. അതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? സ്ഥലം പേരോ നമ്പറോ മറ്റോ? നിങ്ങൾ എന്ത് വേഷമാണ് ധരിച്ചിരിക്കുന്നത്? തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും? ഇല്ല, മൈൽ സ്റ്റോൺ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അത് പാറയോട് ചേർന്ന് ചെറിഞ്ഞിരിക്കുന്നു. ഒന്നും വായിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു പിങ്ക് ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. എന്റെ വലത്. ഹലോ ഹലോ ഹലോ, കാൾ ഡ്രോപ്പായി സാർ. എക്സാക്ട് സെറ്റ് ലോക്കായില്ല സാർ. ഹൈ റേഞ്ചിൽ ഇങ്ങനെയുള്ള പ്രാങ്ക് കാൾസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പ്രാങ്ക് ആണെന്ന് തോന്നിയാലും ഇത് ക്ലോസ് ചെയ്യണ്ട. പെൻഡിങ് വെരിഫിക്കേഷനായി ലോഗിൽ നോട്ട് ചെയ്യൂ. എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. പിന്നെ കോളറിൻ്റെ ഡ്രസ് ഡീറ്റെയിൽ പിങ്ക് ചുരിദാർ നോട്ട് ചെയ്യുക. ഒരു കാര്യം കൂടി, അവസാനം ഡിസ്റ്റോർട്ടഡ് ആയ ഓഡിയോ സെഗ്മെൻറ്റ് പ്രിസർവ് ചെയ്യുക.
കേസ് ഫയൽ പ്രോപ്പർ റിമാർക്സോടെ പുതിയ SHOക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ? ഹലോ ഹലോ ഹലോ, കാൾ ഡ്രോപ്പായി സാർ. എക്സാക്ട് സെറ്റർ ലോക്കായില്ല സാർ. ഹൈ റേഞ്ചിൽ ഇങ്ങനെയുള്ള പ്രാങ്കുകൾ ഇതിനു മുമ്പ് പെൻഡിംഗ് വെരിഫിക്കേഷനായി ലോഗിൽ നോട്ട് ചെയ്യും. എല്ലാ സ്റ്റേഷനിലേക്കും ഹലോ സർ. എടോ, തന്റെ റിക്വസ്റ്റ് ഞാൻ കണ്ടു. സർ. താൻ ഇങ്ങനെ ഒരു കാര്യം വെറുതെ പറയില്ലെന്ന് എനിക്കറിയാം. സർ. ഇത് ആ പഴയ കോളുമായി കണക്ട് ചെയ്യാൻ എന്താണ് കാരണം? സർ, ഓഡിയോയിലുള്ള ലാൻഡ്മാർക്സും ഞാൻ ഇന്നലെ വന്ന റൂട്ടും ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ലാൻഡ്മാർക്സ്? സാർ, അത് ഒരു ഒറ്റപ്പെട്ട പള്ളി, പഴയ പാലം, ബസ് സ്റ്റോപ്പ്, വലിയ മരം, പിന്നെ ഒരു മൈൽ സ്റ്റോണും. വേറെ എന്തെങ്കിലും കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ടോ? എവിഡൻസ് എന്ന് പറയാൻ പോകുന്നില്ല സാർ, കുറച്ച് സംശയങ്ങൾ മാത്രം. ആ കുട്ടിക്ക് കോൾ ചെയ്യാൻ അവസരം കിട്ടിയത് എങ്ങനെയായിരിക്കും? അത് സാർ, ആ മൈൽ സ്റ്റോൺ വരുന്ന ഭാഗത്ത് വാഹനം കുറച്ചു നേരം നിർത്തിയിട്ടുണ്ടാകാം. അത് ശരി. പിന്നെ അതിനടുത്തായി ഒരു ചെറിയ ചായക്കടയുണ്ട്. വാഹനം അവിടെ നിർത്തിയ സമയത്തായിരിക്കും വണ്ടിക്കുള്ളിൽ നിന്ന് ഫോൺ കിട്ടിയതും അവൾക്ക് കോൾ ചെയ്യാൻ അവസരം ഉണ്ടായതും. എന്തായാലും ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യാം. ശരി സാർ. കോൺക്രീറ്റ് എവിഡൻസ് എന്തായിരിക്കും അത്? ചില കേസുകൾ ഫയലുകളിൽ അവസാനിക്കില്ല. അവ നിശബ്ദമായി കാത്തിരിക്കും. ഒരിക്കൽ വഴിതെറ്റിപ്പോയ ആ ശബ്ദം എന്നിലേക്ക് തന്നെ തിരിച്ചെത്തി 3 വർഷങ്ങൾക്ക് ശേഷം. ഈ തവണ അതൊരു പെൻഡിങ് ഫയലായി മാത്രം ബാക്കിയാവില്ല. ചില ശബ്ദങ്ങൾ
കാലം കഴിഞ്ഞാലും നിശബ്ദമാകില്ല. Some truths wait in silence. Some echoes never die.